അല്ലാതെ ചൊവ്വാഴ്ച നിങ്ങൾ അന്യോന്യം പറഞ്ഞ അത്ര ആത്മാർത്ഥത പോരാ. ഇന്ന് നിങ്ങൾ പ്രകടിപ്പിച്ച ആത്മാർത്ഥതയിൽ എല്ലാവരും നിങ്ങളോട് പെരുമാറണം. അതാണ് നിങ്ങൾക്ക് ഇഷ്ടം. Yes or no? Yes. അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? വാട്ട് ക്യാൻ യു ഡു ഫോർ ദാറ്റ്? നിങ്ങൾക്ക് ചുറ്റുമുള്ള മുഴുവൻ സമൂഹവും ലോകവും ബന്ധുക്കളും എല്ലാം തന്നെ നിങ്ങൾ ഇപ്പൊ പ്രകടിപ്പിച്ച ആത്മാർത്ഥതയിൽ അന്യോന്യം പെരുമാറുകയും നിങ്ങളോട് പെരുമാറുകയും ചെയ്യണം എങ്കിൽ, അതാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ, അതിനു വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുക? വാട്ട് ക്യാൻ യു ഡു ടു അച്ചീവ് ദാറ്റ്? ഉത്തരവാദിത്തത്തോട് പെരുമാറും, പിന്നെ നല്ല കാര്യങ്ങളെ ചെയ്യും, പിന്നെ പാവപ്പെട്ടവരെ സഹായിക്കും, പിന്നെ അവര് അതേപോലെ ആക്സെപ്റ്റ് ചെയ്യും, പിന്നെ എളുപ്പവഴി റെസ്പോൺസിബിലിറ്റി ഷോൾഡർ ചെയ്യും, ഷെയർ ചെയ്യും, പിന്നെ സ്നേഹം കൊണ്ട് എല്ലാവരെയും കീഴടക്കും, പിന്നെ മറ്റുള്ളവരുടെ സുഖദുഃഖങ്ങളിലും പങ്കാളിയാവും. ഓക്കെ, പിന്നെ അത്രയേ ഉള്ളൂ. അതിചേച്ചിക്കൊരു കവിത കൊടുത്തു. എന്തുമൂലമാണോ നിങ്ങളുടെ അവബോധം വികസിച്ച് സ്ട്രെസ് കുറഞ്ഞ ബിലോങ്ങിങ്നെസ് അധികമായത് നിങ്ങളിൽ, ആ പ്രോസസ്സ്, ആ കോഴ്സ് അവരെയും ചെയ്യിപ്പിച്ചാൽ പോരെ? ഇത്രയേ ഉള്ളൂ. ഇത്ര മഹത്തായ കാര്യമൊന്നും ചെയ്യേണ്ട. ആ കോഴ്സ് അവരെ ചെയ്യിക്കുമ്പം, അവരുടെ അവബോധം വികസിക്കുമ്പം, അവരുടെ സ്ട്രെസ് കുറയുമ്പം അവരും നിങ്ങളോട് പറയും ഐ ബിലോങ് ടു യു എന്ന്. നിങ്ങൾ ഇപ്പൊ പറഞ്ഞതുപോലെ I really belong to you. I love you all. Jai Gurudev. Oh, that was. Right. See you. നല്ല പോലെ. Okay. Right. Good. നമുക്ക് കഴിഞ്ഞു. അച്ഛന്റെ 5 ദോഷങ്ങൾ പറയൂ. ദോഷങ്ങളില്ല. അല്ല, 5 പറയണോ? ഗുണമേ ഉള്ളൂ. പറയൂ. കഴിയില്ല അത്രയും. ശരിക്കും 2-3 പറയൂ. 2 പറയാനില്ല വെച്ചാല് എന്റെ ആവശ്യങ്ങൾ ശരിക്കും നന്നായി മനസ്സിലാക്കി ചെയ്യും. പിന്നെ എന്റെ പോരായ്മകൾ ശരിക്കും നന്നായി പറഞ്ഞു തരുന്ന അച്ഛൻ തന്നെയാണ്. വെരി ഗുഡ്. എന്റെ കഴിവുകളെ കൂടുതൽ മെച്ചപ്പെടുത്താനും അച്ഛൻ തന്നെയാണ് പറയാറ്. പിന്നെ എന്താവണമെന്ന് പറയാറ്? ടീച്ചർ ആവണമെന്നോ? ടീച്ചറാണെന്നാ പറയാറ്. അതിനുവേണ്ടി കൂടുതൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അച്ഛൻ തന്നെയാണ്. ഓക്കെ. അപ്പോഴൊന്നും ഞാൻ വന്നില്ല. അവസാനം വന്നിട്ട് പറഞ്ഞു മര്യാദയ്ക്ക് അടുത്ത ആഴ്ച വന്നാണെങ്കിൽ എന്റെ കയ്യിൽ കിട്ടുന്നു പറഞ്ഞു. അത് കേട്ട ആക്ച്വലി ഞാൻ അത് കേട്ടിട്ടാണ് വന്നത്. ഇപ്പൊ തോന്നുന്നു എന്റെ ചേച്ചിയോടൊപ്പം ഞാൻ വരായിരുന്നു. ഇത്രയും ദിവസം ഞാൻ വെറുതെ മിസ് ചെയ്യുമായിരുന്നു. റിയലി റിയലി Yeah.
ദൈവം തമ്പുരാൻ സൃഷ്ടിച്ചപ്പോൾ തന്നെ നമ്മുടെ കൗണ്ട് ഇത്ര ശ്വാസം ഉള്ളിലേക്ക് ഇത്ര ശ്വാസം പുറത്തോട്ട് എന്ന് എല്ലാവർക്കും നമുക്ക് എണ്ണപ്പെട്ട് വെച്ചിട്ടുണ്ട്. അയ്യോ, അതിൽ ഒരു കൗണ്ട് കൂടുതല, ഒരു കൗണ്ട് കുറവില്ല. നിങ്ങൾ എന്ത് യോഗ എടുത്താലും ശരി തന്നെ, എന്ത് എടുത്തത്. പക്ഷേ ആ ജീവിച്ചിരിക്കുന്ന സമയം ആരോഗ്യത്തോടും സമാധാനത്തോടുകൂടി മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ അവനവന്റെ കാര്യം ചെയ്യാനുള്ള ഒരു ആരോഗ്യശേഷി ഉണ്ടാകാനും ആ പൂർണ്ണതയോടുകൂടി ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരും അത് അഭ്യസിക്കുക. നമ്മുടെ ഇപ്പോഴത്തെ തലമുറയിൽ ഇനി വരാനുള്ള തലമുറയ്ക്കും അത് പകർന്നു കൊടുക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ശ്രുതിയാണ് പാടുന്നത്. ഹരിഹര കുണ്ടല ഭൂഷണ ഭദ്രേ പരിതാപമകറ്റനേ ഭദ്രകാളേ അങ്ങിനങ്ങിനങ്ങിനങ്ങിന ചിറ്റാരൻ ഗംഗാനല്ല മതിപുരമേ പക്ഷെ നമ്മുടെ സമയപരിമിതി കൊണ്ട് അത് എല്ലാവരെയും വിളിച്ചതായി തന്നെ
ഇനി ഇതുവരെ വരാത്ത പുരുഷന്മാരൊക്കെ ഒന്ന് വരുവാ.